ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം. ഹായ് ഫ്രണ്ട്സ്, അപ്പം ലണ്ടനിൽ നിന്നും ഏതാണ്ട് കുറച്ച് വലിയ ദൂരമില്ല, അങ്ങനെ ഒരു സ്ഥലത്താണ് ഗ്രേറ്റ് കോം ഗാർഡനിലാണ് എത്തിയിരിക്കുന്നത്. ഗ്രേറ്റ് കോം ഗാർഡൻ എന്ന് പറഞ്ഞാൽ കെൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 7 ഏക്കറിൽ വരുന്ന ഒരു ഗാർഡനാണ്. അതിനകത്ത് പൂക്കളുണ്ട്, ഒരുപാട് കാഴ്ചകളുണ്ട്. ഏതാണ്ട് 100-ലധികം വർഷം പഴക്കമുള്ള വൃക്ഷങ്ങളുണ്ട്. നമുക്ക് അതിൻ്റെ എല്ലാം കാഴ്ചകൾ കാണാം. ഓക്കെ, ദിസ് ഈസ് ഓസ്റ്റ് ഹൗസ് അല്ലേ? ഓസ്റ്റ് ഹൗസാണ്. അത് മൂവ് ചെയ്യും, അതിൻ്റെ കാറ്റാണ് ഉള്ളിലോട്ട്, ആ വീടിനുള്ളിലോട്ട് കൊടുക്കും. അങ്ങനെ ഒരു കാഴ്ച ഇവിടെ കാണാൻ പറ്റി. ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് ഔട്ടിങ്ങിന് വന്നതാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ചർച്ചിലെ മെമ്പേഴ്സൊക്കെയാണ്. കുറച്ച് പേരോടെ വരാനുള്ളതുകൊണ്ട് ഞങ്ങളിവിടെ കാത്തു നിൽക്കുകയാണ്. Tim, you are the first time here or? First time. Very excited. Okay. ആരോ അവിടെ കുറേ വിറക് ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നു. അപ്പം നമ്മൾ അകത്തോട്ട് പോവാണ്. എൻട്രൻസിലോട്ട് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തോട്ട് പോകാൻ. അപ്പോൾ ടിക്കറ്റിൻ്റെ പ്രൈസൊക്കെയാണ് ഈ എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെ ചെറിയ ഫ്ലൈറ്റുകൾ ഇങ്ങനെ പോകുന്നതാണ്. അതൊക്കെ ട്രെയിനിങ്ങിന് വേണ്ടിയുള്ളതാണ്. ഒരു പുരാതനമായ ബിൽഡിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. എൻട്രൻസ് അവിടെ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഹോളാണ് എടുത്തത്. അത് കഴിഞ്ഞ് നമ്മൾ ഗ്രൂപ്പ് അംഗങ്ങൾ ഓരോരുത്തരായിട്ട് അകത്തോട്ട് പോവാണ്, ഞാനും. അപ്പോൾ ഇവിടെ ഗ്ലാസ്സുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം സൂനീർ പോലെ. അപ്പം റീപ്ലാന്റിനുള്ള ചെടികളൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ വളരെ മനോഹരമായ ചെടികളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് നമ്മൾ ഉള്ളിലേക്ക് പോവാണ്. അപ്പോൾ ഇത് നമുക്ക് മേടിച്ചുകൊണ്ട് പോകുന്നതാണ്. അതിന് 6 പൗണ്ടാണ് അതിൻ്റെ വിലയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പം ഒരു ടീ റൂം ഉണ്ടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മിക്കവാറും അവിടെയും പോകുന്നുണ്ട്. ഈ വൃക്ഷം എന്ന് പറയുന്നത് അമേരിക്കനാണ്. അതിൻ്റെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ വൃക്ഷത്തിൻ്റെ ദൂരെ നിന്നുള്ള കാഴ്ചയാണ്. ആ ടീ റൂമുണ്ട്. നല്ല രസമുണ്ട് ഇത് വെട്ടി നിർത്തിയേക്കുന്നതൊക്കെ കാണുന്നതിന് വേണ്ടി. ഹൈട്രാഞ്ച പോലുള്ള ചെടികൾ, പൂക്കൾ, അതിൻ്റെയൊക്കെ പൂക്കൾ ധാരാളം ഇവിടെ കാണാൻ പറ്റും. ഇതൊരു പഴയ ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടമാണ്. അതിൻ്റെ മുകളിലോട്ടൊക്കെ ആൾക്കാർക്ക് നടന്നു പോയി നല്ല ഫോട്ടോഗ്രാഫിക്ക് നല്ല ഒരു സ്ഥലമാണ് ഇവിടെ. വെറൈറ്റി ടൈപ്പ് ഇങ്ങനെ പൂക്കൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമുണ്ട്. ഏകദേശം 100 കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള വൃക്ഷങ്ങളാണ് ഇവിടെ നിൽക്കുന്നതെല്ലാം. അപ്പോൾ ഒരു ഉയരം കൂടിയ ഒരു മനോഹരമായ വൃക്ഷം. ഇതും ഏകദേശം 200 വർഷത്തിന് മുമ്പ് കൂടുതൽ പഴക്കമുള്ളതാണ്. അവിടെ ഒരു ടെമ്പിൾ പോലെ ഒരു സംഭവം കാണാം. അപ്പം ഈ കാണുന്നതാണ് മങ്കി ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മങ്കി ട്രീയും അല്ല, ക്രിസ്മസ് ട്രീയും അല്ലാത്ത അതേ ജനസിൽപ്പെട്ട വേറൊരു സംഭവമാണ്. മുളയുടെ വർഗത്തിൽപ്പെട്ട കുറച്ച് ചെടികൾ ഇവിടെ കാണാം. അവിടുന്ന് മുമ്പോട്ട് പോവാണ് ഇടവഴികളിലൂടെ. ഒരു പൈൻ മരങ്ങളുടെയൊക്കെ മാതൃകയിലുള്ളതുണ്ട്. അവിടുന്ന് വീണ്ടും നമ്മൾ മറ്റൊരു വഴിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ എവിടെയും തിരിഞ്ഞാലും നമുക്ക് മനോഹരമായ പൂക്കളുകൾ കാണാൻ പറ്റും. അതൊക്കെ കണ്ട് മുമ്പോട്ട് പോകാം. പണ്ട് ഇവിടെ ധാരാളം ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അതിൻ്റെ അവശിഷ്ടങ്ങളാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് മുമ്പോട്ട് വീണ്ടും യാത്ര ചെയ്യാം, കാഴ്ചകൾ കാണാം. ഇതെന്തോ പോതയാണെന്ന് തോന്നുന്നു, നാട്ടിലെ പോതയൊക്കെ പോലെ. അപ്പം മുമ്പോട്ട് പോവാണ്.
അതിനിടയ്ക്ക് കണ്ട ചെടികളുടെയൊക്കെ കാഴ്ചകൾ എടുത്തുന്നല്ലേ ഉള്ളൂ. നമുക്ക് മുമ്പോട്ട് പോയി നോക്കാം. മനോഹരമായൊരു ഫൗണ്ടൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ അവിടെ ഒരു സ്തൂപമുണ്ട്. നമുക്ക് മുമ്പോട്ട് പോകാം. എന്തെങ്കിലും കാഴ്ചകൾ കാണാതിരിക്കത്തില്ല. ഇങ്ങനെ ഒരു സിംഹത്തിൻ്റെ തല അവിടെ വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വിശ്രമിക്കാനുള്ള ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഓമയ്ക്ക പോലുള്ളൊരു ചെടിയാണ്. പപ്പായ മോഡലാണ്. അത് ചൈനയിൽ നിന്നുള്ളതാണ്. ഇപ്പം ഇതിനകത്ത് ഈ ഗാർഡൻ്റെ പേര് ഇറ്റാലിയൻ ഗാർഡൻ എന്നാണ്. ഇവിടെ ഒരു കോഫി ഷോപ്പുണ്ട്. ഇവിടെ ഐസ്ക്രീമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഇത് ഒരു പുരാതന കോഫി ഷോപ്പ് പോലൊക്കെ തോന്നും. അപ്പോൾ ഇവിടെ ഐസ്ക്രീമുണ്ട്. അതുപോലെ നമുക്ക് മേടിക്കാൻ വേണ്ടി പേന മുതൽ ജാം വരെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കബോർഡിൽ ഇരിപ്പുണ്ട്. ഇവിടെ കേക്കുണ്ട്. ബീട്രൂട്ട് കേക്കുണ്ട്, ക്യാരറ്റ് കേക്കുണ്ട്, പേസ്ട്രീസ് ഉണ്ട്. കപ്പുച്ചീനോയും കേക്കുമാണ് ഓർഡർ ചെയ്ത്. കപ്പുച്ചീനോ ആണ്. ഇപ്പോൾ ഒരു ഫുട്ബോളിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇംഗ്ലണ്ട് വിൻ ചെയ്യുമോ, നോർവേ വിൻ ചെയ്യുമോ, അതോ അർജൻറ്റീന വിൻ ചെയ്യുമോ ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സ്കോട്ടിഷ് ഫ്ലവറാണ്. ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി. അപ്പം ഗ്രേറ്റ് കോം ഗാർഡനിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ കാഴ്ചകൾ ഇനിയുമുണ്ട്. താങ്ക് യു.